ഹോർമൂസിലുള്ള ദ്വീപുകളെ ചൊല്ലി GCC രാഷ്ട്രങ്ങൾ ഇറാനെതിരെ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നലെ രാത്രി യമനിൽ നിന്ന് ഹൂത്തികൾ വീണ്ടും ഇസ്രായേലിന്റെ ടെല്ലവീവിലുള്ള ബെൻ ഗുരിയോൺ എയർപോർട്ടിന് നേർക്ക് വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി പ്രതികരിച്ചത്, ടെല്ലവീവിലുള്ള ബെൻ ഗുരിയോൺ എയർപോർട്ട് ഇസ്രായേൽ സർക്കാർ അടച്ചുപൂട്ടുന്നതുവരെ എയർപോർട്ടിന് നേർക്ക് തങ്ങളുടെ മിസൈൽ ആക്രമണം തുടരുമെന്നാണ്. നിലവിൽ തന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിരവധി അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ടെല്ലവീവിലുള്ള ബെൻ ഗുരിയോൺ എയർപോർട്ടിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. ബെൻ ഗുരിയോൺ എയർപോർട്ടിന് നേർക്ക് ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മിസൈൽ ആക്രമണത്തിന് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായാലും ബെൻ ഗുരിയോൺ എയർപോർട്ടിന് നേർക്ക് നടത്തുന്ന ആക്രമണം തങ്ങൾ നിർത്തിവെക്കില്ല എന്നും അവസാനത്തെ വിമാന കമ്പനിയും എയർപോർട്ടിലേക്കുള്ള വിമാന സർവീസുകൾ അവസാനിപ്പിക്കുന്നതുവരെ തങ്ങളുടെ പോരാട്ടം തുടരുമെന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ ഇന്നലെ പ്രതികരിച്ചത്. ഇന്നലെ രാത്രി യമനിൽ നിന്നും മിസൈൽ വന്നതോടുകൂടി ജെറുസലേമിലും അതുപോലെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും വലിയ രീതിയിൽ തന്നെ അപായ സൈറനുകൾ മുഴങ്ങുകയും പതിവ് പോലെ ഉറക്കത്തിൽ നിന്നും എണീച്ച് ലക്ഷക്കണക്കിന് ഇസ്രായേലി കുടിയേറ്റക്കാരാണ് ഭൂഗർഭ അറകളിൽ അഭയം തേടിയത്. ഇന്നലെ രാത്രി യമനിൽ നിന്നും ഹൂത്തികൾ അയച്ച മിസൈൽ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് കളഞ്ഞു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത്. ഇനി ഹോർമൂസിനെ ചൊല്ലി ഇറാനും ഗൾഫ് രാഷ്ട്രങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് വരികയാണ് എങ്കിൽ, മേഖലയിൽ നിന്ന് ബ്രിട്ടൻ പിന്മാറിയതിനു ശേഷം പതിറ്റാണ്ടുകളായി ഹോർമൂസ് നിയന്ത്രിക്കുന്നത് ഇറാനാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലൊന്നായിട്ടാണ് ഹോർമൂസിനെ കണക്കാക്കപ്പെടുന്നത്. ഹോർമൂസിലുള്ള 3 ദ്വീപുകളാണ് മനോഹരവും അതിലപ്പുറം സൈനികവുമായി തന്ത്രപ്രധാനമായ 3 ദ്വീപുകളാണ് അബു മൂസ, ഗ്രേറ്റ് തമ്പ്, ലെസർ തമ്പ് എന്നിവ. ഈ 3 ദ്വീപുകളെ ചൊല്ലിയാണ് ഇപ്പോൾ UAEയും ഇറാനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ സൈനിക ശക്തിയെ ഭയന്നുകൊണ്ട് UAE ഈ വിഷയത്തിൽ കാര്യമായി ശക്തമായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇറാൻ പറയുന്നത് ഹോർമൂസിലുള്ള ഈ 3 ദ്വീപുകളും തങ്ങളുടേതാണ് എന്നാണ്. പക്ഷേ UAE പറയുന്നത് ഈ 3 ദ്വീപുകളും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറയുകയാണ് എങ്കിൽ കഴിഞ്ഞ മാസം, ഇറാൻ ഹോർമൂസിൽ അതിശക്തമായ സൈനിക വിന്യാസങ്ങളാണ് നടത്തിയിരിക്കുന്നത്. മിസൈലുകളും അതുപോലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോണുകളും ഹോർമൂസിലുള്ള ഈ 3 ദ്വീപുകളിലും ഇറാൻ വിന്യസിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ ഇറാന്റെ ശക്തമായ സൈനിക സാന്നിധ്യവും ഈ ദ്വീപിലുണ്ട്. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള സൈനിക സന്നാഹങ്ങൾ നടത്തിയിരുന്നു. ഈ സമയത്താണ് ഇറാൻ ഹോർമൂസിലുള്ള ഈ 3 ദ്വീപുകളിലും തങ്ങളുടെ സൈനിക ശക്തി വലിയ രീതിയിൽ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ GCC രാഷ്ട്രങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. നിയമപരമായും ചരിത്രപരമായും നോക്കുമ്പോൾ ഹോർമൂസിലുള്ള ഈ 3 ദ്വീപുകളും UAEക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് GCC മന്ത്രിതല സമിതി ഇന്നലെ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇറാൻ സൈന്യം ഈ 3 ദ്വീപുകളിൽ നിന്ന് പിന്മാറണമെന്നാണ് GCC മന്ത്രിതല സമിതി ഇന്നലെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഹോർമൂസിലുള്ള ഈ 3 ദ്വീപുകളും കൈയടക്കി വച്ചിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് GCC മന്ത്രിതല സമിതി ഇന്നലെ പ്രതികരിച്ചത്. പക്ഷേ ഇതിനോട് ഇറാന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ പ്രതികരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരിക്കലും ഇറാൻ ഈ ദ്വീപുകൾ UAEക്ക് വിട്ടു നൽകില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇറാനെ സംബന്ധിച്ച് ഹോർമൂസിലെ ഈ 3 ദ്വീപുകളും അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. അമേരിക്കയോ ഇസ്രായേലോ ഇറാന് നേർക്ക് ആക്രമണം നടത്തുകയാണ് എങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഹോർമൂസിലുള്ള ഈ 3 ദ്വീപുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുവാനാണ് ഇറാൻ സൈന്യം പദ്ധതിയിട്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഹോർമൂസിലുള്ള ഈ 3 ദ്വീപുകളിലും ഇറാൻ മിസൈലുകളും റഡാറുകളും അതുപോലെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇറാൻ ഈ 3 ദ്വീപുകളും UAEക്ക് വിട്ടു നൽകില്ല എന്ന കാര്യം ഉറപ്പാണ്.